മഴ, ചായ, ജോൺസൺ മാഷിൻ്റെ ഒരു പാട്ട്, ഇതൊക്കെ എന്തായാലും അവിടെ നിൽക്കട്ടെ. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഫിൽമോർ എന്ന് പറയുന്ന നമ്മുടെ ഈ മുന്നിൽ കിടക്കുന്ന ഇത്രയും അതിമനോഹരമായ ഈ ഒരു വോക്സ്വാഗൻ കോംബിനെ പറ്റിയിട്ടാണ്. ജർമ്മനിയിൽ നിന്ന് ഇവൻ ഈ നാട്ടിലേക്ക് വന്നത് മുതൽ ഇന്ന് വരെ ഒരുപാട് കഥകൾ പറയാനുണ്ട്. ഒരുപാട് പ്രത്യേകതകളുള്ള വണ്ടിയാണ്. റെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ റെയറായിട്ടുള്ളൊരു വണ്ടിയും കൂടിയാണ്. ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ട്രാവലേഴ്സ് കൊതിച്ചു നടക്കുന്നൊരു വണ്ടിയാണ് ഇങ്ങനെയുള്ളൊരു ക്യാമ്പർ വാൻ. ഇതിനെ പറ്റിയിട്ട് ഒരുപാട് വിശേഷങ്ങൾ പറയാനുണ്ട്. അതിമനോഹരമായ സ്ഥലത്താണ് വന്ന് നിൽക്കുന്നത്. അതിനനുസരിച്ചിട്ടുള്ളൊരു വണ്ടിയും കൂടി നമ്മുടെ കയ്യിൽ കിട്ടിയപ്പോൾ ഇന്നത്തെ ഒരു ഷോ ശരിക്കും ഒരു കളർഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. ഇന്ന് നമുക്ക് ഇതിൻ്റെ കഥയും ഇതിൻ്റെ വിശേഷങ്ങളും എല്ലാം സംസാരിച്ച് വണ്ടിഫൈൻ്റെ ഈ ഒരു എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യാം. ഫിൽമോർ നമ്മുടെ വോക്സ്വാഗൻ്റെ കോംബി 1967 ഈ വണ്ടിയുടെ ശരിക്കും ഒരു ജനനം കൊള്ളുന്നതെന്ന് പറയുന്നത്. അതിനുശേഷം 1968 കാലഘട്ടങ്ങളിൽ നമ്മുടെ ഇൻഡോ ജർമ്മൻ പ്രൊജക്റ്റായ നീലഗിരി പ്രൊജക്ട്സിലേക്ക് ജോലിക്ക് വേണ്ടി വന്നതാണ് ഇവൻ. ഒരുപാട് അബ്യൂസും കാര്യങ്ങളും ഒരുപാട് ജോലി എടുത്ത് കഷ്ടപ്പെട്ടിട്ടുള്ളൊരു വണ്ടിയായത്. സായിപ്പുമാരെങ്ങനെയാണോ ഇന്ത്യക്കാരെ കൊണ്ടു നടന്നത് അതുപോലെ തന്നെ നീലഗിരി എസ്റ്റേറ്റിലുള്ള ഒരുപാട് സായിപ്പുമാർക്ക് വേണ്ടിയിട്ട് ഈ വണ്ടി ഓടിയിട്ടുണ്ട് അന്നത്തെ കാലത്ത്. അവിടെ നിന്ന് പിന്നീട് കുറേ നാളുകൾക്ക് ശേഷം പിന്നീട് പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തുണി വ്യാപാരങ്ങളുടെയൊക്കെ മെയിൻ നഗരം എന്ന് പറയുന്ന തിരുപ്പൂരിലേക്കാണ്. തിരുപ്പൂരിലെത്തി തിരുപ്പൂരും ഈ വണ്ടി കുറേ നാൾ അവിടെയും കഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ കേരളത്തിൽ നിന്ന് സ്കൂൾ ബസ്സുകളെല്ലാം തേടി എന്താ പറയുക, ഒരു ഡ്രൈവർ എന്ന് പറയാൻ പറ്റില്ല, ഒരു മെക്കാനിക് എന്ന് വേണമെങ്കിൽ പറയാം, പുള്ളിക്കാരൻ ഒരു ബസ് കാര്യങ്ങളൊക്കെ തേടി തിരുപ്പൂർ ചെല്ലുമ്പോഴാണ് നമ്മുടെ ഈ ഫിൽമോറിനെ അവിടെ വെച്ച് കാണുന്നത്. ഫിൽമോർ എന്നുള്ള പേരിലേക്ക് ഞാൻ വരാം. അത് ശരിക്കും ഇതിൻ്റെ ഇപ്പോഴത്തെ കറണ്ട് ഓണർ ഇട്ടൊരു പേരാണ്. പക്ഷേ അതിന് മുന്നേ ആയിട്ട് നമുക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ തിരുപ്പൂരിൽ നിന്ന് ആ വണ്ടി മേടിക്കാൻ പോയ ആൾ ബസ് മേടിച്ച കൂട്ടത്തിൽ ഇവനെ അങ്ങ് മേടിച്ചു കൊണ്ടുവന്നതിന് ശേഷം കുറേ നാൾ വർക്ക്ഷോപ്പിലെ സാധനങ്ങൾ മേടിക്കാനും ഒരുപാട് കാര്യങ്ങൾക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ വണ്ടി ഉപയോഗിച്ചതെന്ന് അവർക്ക് പോലും ശരിക്കും ഒരു ഐഡിയ ഉണ്ടാവില്ല. കാരണം അന്നത്തെ കാലത്ത് ഇത്രയും ചീപ്പായിട്ട് ഇത്രയും നല്ലൊരു വാൻ കിട്ടിയപ്പോഴത്തേക്കും പുള്ളിക്ക് അറിയാവുന്ന ഒരേ ഒരു കാര്യം ഉണ്ടായിരുന്നുള്ളൂ, ഇത് ഒരു കാലത്ത് ഇതിന് നല്ലൊരു വാല്യൂ ഉള്ളൊരു വണ്ടിയായിരിക്കും. ഒരു കാലത്ത് ആൾക്കാർ ഈ വണ്ടിയെ തേടി വരും. അതുകൊണ്ട് മാത്രം ഇതിൻ്റെ പെർമിറ്റും കാര്യങ്ങളും തീർന്നതിന് ശേഷവും ഈ വണ്ടി 4 വീലും ഊരി കട്ടപ്പുറത്ത് ഈ വണ്ടി ആ ഗരാജിൽ കിടന്നു വെച്ചു. അവിടെ നിന്നാണ് നമ്മുടെ ഇപ്പോഴത്തെ കറണ്ട് ഓണറിന് ഈ വണ്ടി കിട്ടുന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ ഫിലിമോറാണ് എനിക്ക് പകരം ഇവിടെ സംസാരിക്കുന്നതെങ്കിൽ ഇവൻ പറയാൻ പോകുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാരെ കാത്തു കിടന്നിട്ടുണ്ട്. എന്നെ വന്ന് ആരെങ്കിലും രക്ഷിച്ച് ഒന്ന് റെസ്റ്റോറേഷൻ വർക്കോ കാര്യങ്ങളോ എല്ലാം ചെയ്ത് ഇതുപോലെ ആക്കുമെന്ന്. ഇതിൻ്റെ ഭാഷയിൽ വീണ്ടും പറയുകയാണെങ്കിൽ പല സമയങ്ങളിലും അന്നത്തെ ആ ഒരു 4 വീൽ അഴിച്ചു വെച്ച് കട്ടപ്പുറത്ത് കയറ്റി വെച്ചിരിക്കുന്ന ഈ വണ്ടിയെ അവിടുത്തെ പെയിൻറ്റേഴ്സ് ഇതിൻ്റെ ഒരു സൈഡ് മൊത്തം കളർ കോഡ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കലും, അല്ലെങ്കിൽ അവിടെ വരുന്ന വേസ്റ്റും കാര്യങ്ങളും സ്റ്റോറേജ് എല്ലാം ഇതിൻ്റെ ഉള്ളിൽ ഇടുകയും ഇതിൻ്റെ ഉള്ള സീറ്റ് കാര്യങ്ങളെല്ലാം അപ്പാടെ നശിഞ്ഞു പോകുന്ന രീതിയിലാണ് ഈ വണ്ടിയെ അവർ വെച്ചുകൊണ്ടിരുന്നത്. 2008 നമ്മുടെ ജഗദീഷ് ബ്രോ നാട്ടിൽ വെക്കേഷന് വരാൻ നേരത്ത് നമ്മുടെ ഈ കോംബിനെ കാണുന്ന സമയം മുതൽ 2008 ഇതിൻ്റെ ഓണർ കുറേ ട്രൈ ചെയ്തിട്ടുണ്ട് ഇതിനെ വാങ്ങാൻ വേണ്ടി. പക്ഷെ അന്നത്തെ കാലത്തെ ഇതിൻ്റെ ഒരു ഓണർ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി ഇതിൻ്റെ പ്രൈസ് ആണെങ്കിൽ ഭീകര പ്രൈസായിട്ട്. അപ്പോൾ ഈ ഒരു ഭീകര പ്രൈസിൽ ഇത്രയും ഭംഗിയുള്ള ഈ ഒരു മുതലിനെ വാങ്ങാൻ വേണ്ടി ഒരുപാട് നാൾ നടന്നു. 2008 മുതൽ നടന്നിട്ട് 2019 ഫൈനലി ഇതിൻ്റെ പ്രൈസ് പറഞ്ഞ് ഉറപ്പിക്കുന്നത്. ഇപ്പോൾ ഈ വണ്ടിയുടെ നമ്മൾ മെയിനായിട്ട് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഫ്രണ്ടിൽ വരുന്ന ആ ഒരു വലിയ ലോഗോ, വോക്സ്വാഗൻ്റെ ഇത്രയും വലിയൊരു ലോഗോ തന്നെ കാണാൻ വേണ്ടി ഭയങ്കര ബ്യൂട്ടി ആയിട്ടുള്ളൊരു സാധനം. ഈ വോക്സ്വാഗൻ്റെ ഈ ഒരു ലോഗോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വണ്ടിയിലാണ് ഹൈലൈറ്റ്. ഇപ്പോൾ ഇതിൻ്റെ തന്നെ പുതിയ ഇലക്ട്രിക്
ഇതിൻ്റെ ഒരു ന്യൂ ജെൻ എന്ന് പറയാനാണെങ്കിൽ ഇതിൻ്റെ ഒരു ഇലക്ട്രിക് വേർഷൻ വരുന്നുണ്ട്. ഇതിൻ്റെ ഒരു കണ്ണ് പോലെ തന്നെ ഇരിക്കുന്ന ഈ 2 ഹെഡ്ലൈറ്റ്, അതിൻ്റെ ഇൻഡിക്കേറ്റേഴ്സ്, ഇതെല്ലാം ഒറിജിനൽ തന്നെ പുറത്തുനിന്ന് ഷിപ്പ് ചെയ്ത് കൊണ്ടുവന്ന് പുള്ളി ഇതെല്ലാം റീപ്ലേസ് ചെയ്തു. ഫുൾ പെയിൻറ്റ് ജോബ് കണ്ടു കഴിഞ്ഞാൽ ആക്ച്വലി ഒരു ഫാക്ടറി പെയിൻറ്റ് ജോബ് എന്ന് തോന്നുന്ന രീതിയിലുള്ള ഹൈ ക്വാളിറ്റിയിൽ തന്നെ ഒരു കോംപ്രമൈസും ഇല്ലാതെ പുള്ളി ഇതിൻ്റെ പെയിൻറ്റ് ജോബും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. ബമ്പർ ആണെങ്കിലും ആ കളർ കോമ്പിനേഷൻ അടിപൊളിയായിട്ട്, നിങ്ങൾ ഇത്രയും ബ്യൂട്ടിയിൽ ഈ വണ്ടി കണ്ടിട്ടിരിക്കുക, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം എന്തോരം ഭംഗിയുള്ള വണ്ടിയാണ്. കളർ കോമ്പിനേഷൻ എല്ലാം അടിപൊളിയായിട്ട് കൊടുത്തിട്ടുണ്ട്. നേരെ ബമ്പറിൽ വൈറ്റ് കൊടുത്തു, ഇതാന്നൊരു പേൾ വൈറ്റ് പോലത്തെ കളറുമാണ്. ഇത് കൊടുത്തു. അതിൻ്റെ ഭംഗിയിൽ തന്നെ നമ്പർ പ്ലേറ്റ് പഴയ MD എന്നുള്ള ആ ഒരു നമ്പർ പ്ലേറ്റ് 8176 നല്ല ക്ലാസ് ആയിട്ട് വെച്ചിട്ടുണ്ട്. Type 2 T1 എന്ന് പറഞ്ഞൊരു മോഡലിലെ ലാസ്റ്റ് സീരീസിലാണ് ശരിക്കും ഇങ്ങനൊരു സാധനം അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. പിന്നീട് വന്ന Type 2 T2-ൽ കൂടുതലും വന്നിരിക്കുന്ന ഒരു ഫേസ് ലിഫ്റ്റഡ് ആയിട്ടുള്ളൊരു വേർഷനാണ്. അത് വെച്ച് തന്നെ നോക്കുമ്പോൾ വളരെയധികം വ്യത്യസ്തമായി നിൽക്കുന്നതും വളരെയധികം വാല്യൂബിൾ ആയിട്ട് നിൽക്കുന്ന ഒരു സ്പ്ലിറ്റ് വിൻഡോ വരുന്ന ഒരു വണ്ടിയുടെ മോഡൽ തന്നെയാണ് നമ്മളിപ്പോൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഈ ഒരു T1 കോമ്പിനെ ഹൈലി കളക്റ്റബിൾ എന്ന് പറയാനുള്ള ഒരു മെയിൻ റീസൺ തന്നെ നോക്കുവാണെങ്കിൽ ഇതിൻ്റെ ഈ ഒരു സ്ലൈഡിങ് ഡോർസാണ്. കാരണം ഈ ഒരു സ്ലൈഡിങ് ഡോറ് ഇതിൻ്റെ ഒരു സൈഡിൽ മാത്രമല്ല, ഇത് ആക്ച്വലി ഡ്യുവൽ സ്ലൈഡിങ് ഡോർസ് ഉള്ള വണ്ടിയാണ്. ഈ വണ്ടി അതുകൊണ്ട് തന്നെ വേൾഡിൽ വെച്ച് നോക്കുവാണെങ്കിൽ കോമ്പിയുടെ T1 എന്ന് പറയുന്ന സീരീസിൽ ഹൈലി കളക്റ്റബിൾ ആയിട്ടുള്ളൊരു വണ്ടിയാണ്. വേൾഡിൽ തന്നെ വെച്ച് നോക്കുകയാണെങ്കിൽ വളരെ ചുരുക്കം വണ്ടികളെ ഇന്ന് ഈ ഒരു കണ്ടീഷനിൽ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് എന്നും പ്രൗഡായിട്ട് പറയാൻ പറ്റുന്നൊരു കാര്യമാണ് നമ്മുടെ ഒരു മലയാളിയുടെ കയ്യിൽ ഇങ്ങനെ ഒരു വണ്ടി, അതും ഇങ്ങനെ ഒരു ഫ്രഷ് ആയിട്ടുള്ളൊരു വണ്ടി 1967 ഇങ്ങനൊരു വണ്ടി ഉണ്ടാക്കിയിട്ട് 1968 തന്നെ ഇന്ത്യയിൽ വരെയും. ഇതിൻ്റെ RC ബുക്ക് ശരിക്കും നോക്കുവാണെങ്കിൽ തന്നെ 10-30 പേജുള്ളൊരു RC ബുക്കാണ് ഇതിനുള്ളത്. ഇതിൻ്റെ സൈഡിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ വീല് കാര്യങ്ങൾ പറയുകയാണെങ്കിൽ പണ്ട് മുതലേ നമ്മൾ കാണുന്ന ആ ഒരു ഡ്രം സ്റ്റൈൽ, അതിൻ്റെ സെൻറ്റർ പീസ് ആയിട്ട് വരുന്ന ആ ഒരു ക്രോം ഫിനിഷിൽ വരുന്ന സെയിം ഒറിജിനൽ റിംസ് തന്നെ ഇന്നും 4 എണ്ണം ഇട്ടിട്ടുണ്ട്. MRFിൻ്റെ ടയർ ഇപ്പോൾ ഉള്ളത് ആ ഒരു പഴയ കാലത്ത് തന്നെ ചെറിയൊരു ബലൂണിഷ് ഫീൽ തോന്നുന്ന രീതിയിലുള്ള മിഡ് ബ്ലോക്ക് സൈഡിലുള്ള ടയേഴ്സ് ഫ്രണ്ടിലും ബാക്കിലും. നമ്മളിപ്പോൾ ഇതിൻ്റെ എഞ്ചിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു 1.6 ലിറ്റർ പെട്രോൾ എഞ്ചിനാണ് വരുന്നത്. 4 സ്പീഡ് ഗിയറിൽ ഇത്രയും സ്മൂത്ത് ആയിട്ട് പോകുന്ന ഒരു വണ്ടി. എനിക്കിപ്പോൾ ആദ്യമായിട്ട് ഈ വണ്ടി ഓടിക്കുന്നതുകൊണ്ട് ഇതിൻ്റെ ഗിയർ ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി ചെറിയ പ്രോബ്ലംസും കാര്യങ്ങളും ഉണ്ട്. പക്ഷെ അതൊന്നും നോക്കുക, അല്ലെങ്കിൽ എന്ത് കംഫർട്ടബിൾ ആണെന്നറിയോ, ഇത്രയും പഴയൊരു വണ്ടി 1967 മോഡൽ വണ്ടി ഇത്രയും കംഫർട്ടബിൾ ആയിട്ട് സോഫ സീറ്റ്സും കാര്യങ്ങളും. ശരിക്കും ഇത് ഡ്രൈവ് ചെയ്ത് സംസാരിക്കണേക്കാളും കൂടുതൽ ഞാൻ ഇതിന്റെ ബാക്കിലെ സീറ്റുകളിൽ ഇരുന്ന് സംസാരിക്കണം. കാരണം ജഗദീഷ് ബ്രോ ഇപ്പൊ ഈ വണ്ടി പണിതിരിക്കുന്ന രീതിയാണെങ്കിൽ പോലും ശരിക്കും ഒരു ക്യാമ്പർ വാൻഡ് വേണ്ട രീതിയിൽ ബാക്കിലെ ബെഡ് എല്ലാം ഫോൾഡ് ചെയ്യാൻ പറ്റിയ രീതിയിൽ അത് ഞാൻ ബാക്കിൽ ഇരുന്നിട്ട് എന്തായാലും സംസാരിക്കാം. ഫ്രണ്ടിൽ നമ്മൾ നോക്കുമ്പോൾ ഈ ഫ്യൂവലിന് വേണ്ടിയിട്ട് ചെറിയൊരു ഗേജ് ഉണ്ട്. പിന്നെ നമ്മുടെ ടോപ്പ് സ്പീഡ് കൊടുത്തിരിക്കുന്ന 120 ആണ്. ഒരു 60-70 ഈസി ആയിട്ട് ഈ വണ്ടി ഓടിക്കാം. ഹൈവേയിൽ പോകുമ്പോഴും 4th ഗിയറിലൊക്കെ പോകുമ്പോൾ വളരെ സ്മൂത്ത് ആയിട്ടും വളരെ ഈസി ആയിട്ടൊക്കെ ഓടിക്കാം. ഇപ്പോഴത്തെ ഞാൻ കാല് കൊടുത്ത് പോവുകയാണെങ്കിൽ പോലും ഇവിടത്തെ ഇന്നത്തെ ഈ ഒരു വെതറിൽ എന്ത് അടിപൊളിയായിട്ടെന്നറിയോ വണ്ടി ഓടിക്കാൻ പറ്റുന്നത്. വിൻഡോ ഒക്കെ തുറന്നിട്ട് നല്ല തണുപ്പ്, ഈ ഒരു എന്താ പറയുക ശരിയൊരു കിടന്ന് ഓടിക്കാൻ പറ്റിയ ഒരു സ്റ്റിയറിംഗ് വീല്. ഇതിന്റെ പൊസിഷനിങ് തന്നെ ഭയങ്കര രസമാണ്. ഭയങ്കര ഫ്ലാറ്റ് ആയിട്ടുള്ള രീതിയിലുള്ളൊരു സ്റ്റിയറിംഗ്. അതിൽ നമുക്കിങ്ങനെ തിരിച്ചും വളച്ചും ഈ കാറ്റൊക്കെ കൊണ്ട് ഭയങ്കര അടിപൊളിയാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു ഗോവ ട്രിപ്പൊക്കെ ഇതിൽ പോകണം. ശരിക്കും വൈബായിരിക്കും. കുറെ സ്ഥലങ്ങളിലൊക്കെ കഷ്ടപ്പെടും AC ഒന്നും ഇല്ലാത്തതുകൊണ്ട്. വണ്ടിയിൽ AC കാര്യങ്ങളൊന്നുമില്ല, ഇത്രയും പഴയ വണ്ടിയല്ലേ. പിന്നെ ഇതിന്റെ ഈ സോഫ ചെയർ സീറ്റാണ് ഇതിന്റെ ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പാർട്ട്. അപ്പൊ നമുക്ക് എത്ര ദൂരം യാത്ര ചെയ്താലും വലിയ ക്ഷീണമൊന്നും തോന്നില്ല. കാരണം നമ്മുടെ പഴയ ഒരു അംബാസഡറിന്റെ ഒക്കെ പോലെ അങ്ങനത്തെ ടൈപ്പ് ഒരു സീറ്റാണ് വരുന്നത്. പിന്നെ ഇതിന്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എനിക്ക് ഫീൽ ചെയ്യുന്ന പറഞ്ഞാൽ ഞാൻ ഇതിലിരുന്നപ്പോൾ കണ്ട ഈ ഫിലിപ്സിന്റെ ചെറിയൊരു റേഡിയോ സിസ്റ്റം, ആ ഒറിജിനൽ ഫിലിപ്സിന്റെ റേഡിയോ സിസ്റ്റം അങ്ങനെ തന്നെയുണ്ട്. അപ്പോൾ ഈ ഒരു ക്യാമ്പർ വാനായിട്ട് ഇങ്ങനെ ഓടിക്കാനും ഇതിനെ പറ്റി സംസാരിക്കാനും ഇതിന്റെ കഥകൾ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പറ്റിയതിലൊക്കെ ഒരുപാട് സന്തോഷമുണ്ട്.
നമുക്ക് വണ്ടി നിർത്തിയിട്ടിട്ട് നമുക്ക് ഇതിന്റെ എഞ്ചിൻ ബേയും കാര്യങ്ങളൊക്കെ ഒന്ന് ഓപ്പൺ ആക്കി നോക്കാം. ഓടിച്ചിട്ട് ഭീകര കംഫർട്ടബിൾ ആവച്ചാമാരെ, ഒന്നും പറയാനില്ല. അപ്പോൾ ഭീകര കംഫർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് വണ്ടിപ്രാന്തനും കൊതിച്ചു പോകും ഒരു ദിവസം ഇതുപോലെ ഒരെണ്ണം മേടിക്കാൻ വേണ്ടി. അമ്മ അതിലെ ഐറ്റം. എന്നാലും നമുക്ക് വണ്ടി നിർത്തിയിട്ട് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. ഫിൽമോറിനെ മേടിക്കുന്ന സമയത്തുള്ള പിക്ചേഴ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. ഫുൾ റസ്റ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു. കാരണം ഈ പാവത്തിൻ്റെ കഥ പറയുമ്പോഴത്തേക്കും ഇവൻ്റെ ഈ ഫിൽമോറിൻ്റെ ഒരു സ്ഥാനത്ത് നിന്നാണ് പറയുമെങ്കിൽ ഒരുപാട് നാൾ അവിടെ കട്ടപ്പുറത്ത് കിടക്കേണ്ട വന്ന ഒരു വണ്ടിയാണ്. ഈ വണ്ടിയെ അവിടെയുള്ള ആൾക്കാർ വേസ്റ്റുകൾ ഇടാനും അന്നത്തെ കാലത്ത് അവിടെ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ഈ കാര്യം, വീണ്ടും പറയുകയാണെന്നേ ഉള്ളൂ. അവിടെയുള്ള പെയിൻറ്റും കാര്യങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ബോഡിയിലാണ് കളറൊക്കെ അടിച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കിക്കൊണ്ടിരുന്നത്. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ കിടന്ന വണ്ടിയാണ്. അപ്പോൾ ഇതിൻ്റെ ഒറിജിനൽ പാർട്സുകളെല്ലാം ഓൾമോസ്റ്റ് നശിഞ്ഞിരുന്നു. എന്നാൽ ഇപ്പോൾ നമ്മൾ കാണുമ്പോൾ എല്ലാ പാർട്സുകളും പുള്ളി പുറത്തുനിന്ന് ഓർഡർ ചെയ്ത് ഒറിജിനൽ പാർട്സ് മാക്സിമം ഗ്ലാസിൻ്റെ സൈഡിൽ വരുന്ന ക്രോം കളറിലെ ബീഡിങ്, അതേപോലെ തന്നെ ഇതിൻ്റെ സൈഡിലുള്ള ഹാഷ് ട്രേയുടെ കാര്യങ്ങൾ എല്ലാം ഇതിൽ മാക്സിമം ഒറിജിനൽ ഉണ്ടായിരുന്ന സാധനങ്ങളൊക്കെ അതുപോലെ തന്നെ ബഫിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്കി കുറേ സാധനങ്ങളെല്ലാം ഒറിജിനൽ പാർട്സ് തന്നെ കളക്ട് ചെയ്ത് ഇതിൽ ഫിറ്റ് ചെയ്യാനും വേണ്ടി ചെയ്തിട്ടുണ്ട്. അപ്പോൾ വണ്ടിയുടെ ഒറിജിനാലിറ്റി ഇതിൽ നിന്ന് ഒരിക്കലും നഷ്ടപ്പെടുന്നില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ യൂറോപ്യൻസിന് അവർക്ക് എല്ലാവർക്കും അവിടുത്തെ വെതർ കാര്യങ്ങൾ അന്നത്തെ ഒരു സമയത്തൊക്കെ സ്മോക്കിംഗ് എല്ലാവർക്കും ഇന്നും അന്നും എന്നും ഭയങ്കര ഹാബിറ്റാണ്. അപ്പോൾ സ്മോക്കിങ്ങിന് ഹയർ പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് വണ്ടി ഇങ്ങനെ ഇരുന്ന് കത്തിച്ച് ഓടിക്കുവാണെങ്കിൽ ഇതാ തട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ തന്നെ ഒരു ഹാഷ് ട്രേ പോലത്തെ ഒരു സംഭവം ഇവിടെ അവർ വെച്ചിട്ടുണ്ട്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു ഇതിൻ്റെ ഒരു സ്റ്റിയറിംഗ് വീൽ ഇരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫ്ലാറ്റ് ആയിട്ടാണ്. നമ്മൾ പഴയ ലോറിയൊക്കെ ഓടിക്കുന്ന പോലെ ഇരിക്കുന്നത്. ഇങ്ങനെ കറക്കിയൊക്കെ ഓടിക്കാം. അപ്പോൾ ഇങ്ങനെ ഇരുന്ന് നമ്മൾ ഓടിച്ചു പോകുമ്പോഴത്തേക്ക് രണ്ടെണ്ണമൊക്കെ വലിച്ച് നേരെ വന്നൊരു തട്ട് കെട്ടണം എന്നുണ്ടെങ്കിൽ ഇതാ അടിപൊളിയായിട്ടൊരു ഹാഷ് ട്രേ കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ സൈഡിൽ ചെറിയൊരു സ്പേസ് ഉണ്ട്. ആ സ്പേസിൽ നെറ്റാണ് കാണുന്നത്. അവിടെ നിന്ന് എയർ ഫിൽട്ടർ ചെയ്ത് ഇതിൻ്റെ ഉള്ളിൽ കൂടി വന്നു കഴിഞ്ഞാൽ നമുക്ക് ലെഫ്റ്റ് സൈഡിലേക്കാണോ റൈറ്റ് സൈഡിലേക്കാണോ എയർ കൂടുതൽ പോകേണ്ടതെന്ന് നമുക്കിവിടെ നോബിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതായത് ഈ വണ്ടിയിൽ AC കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ ചില സിറ്റുവേഷൻസിൽ നമുക്ക് ഇത് ക്ലോസ് ചെയ്തിട്ടാണ് ഓടിക്കണമെങ്കിലും ഉള്ളിലേക്ക് എയർ കയറാൻ വേണ്ടി ഇവിടെ ചെറിയൊരു സെറ്റപ്പ് ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വെൻറ്റിൽ കൂടി എയർ കയറി എയർ നമുക്ക് ഇവിടെ വരുമ്പോഴത്തേക്കും സ്പ്ലിറ്റ് ചെയ്ത് ഫ്രണ്ടിലേക്കാണോ ബാക്കിലേക്കാണോ സൈഡിലേക്കാണോ എങ്ങനെയാണ് നമുക്ക് ചെയ്യേണ്ടത് അതിനുള്ളൊരു നോബ് കാര്യങ്ങളെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിലാണെങ്കിലും നമ്മൾ പറയുമ്പോൾ കളർസിനെ പറ്റി പറഞ്ഞപ്പോൾ പുറത്ത് ഇത്രയും മനോഹരമായ കളറുകൾ ഉപയോഗിച്ചിട്ട് അതിനെ ഭയങ്കര ന്യൂട്രൽ ആയിട്ട് നിർത്തുന്ന ഒരു എർത്ത് കളേഴ്സ് എന്നാണ് നമ്മൾ ഇങ്ങനെയുള്ള പൊതുവെയുള്ള കളേഴ്സിനെ പറയാറ്. കാരണം നമ്മൾ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ നമ്മൾ നോക്കുമ്പോൾ കാണുന്ന പച്ച കളറും അല്ലെങ്കിൽ മണ്ണിൻ്റെ കളറും കല്ലിൻ്റെ കളറും ഇങ്ങനെയുള്ള കുറേ കളേഴ്സിനെ നമ്മൾ എർത്ത് കളേഴ്സ് എന്ന് പറയും, എർത്തി കളേഴ്സ് എന്ന് പറയും. അപ്പോൾ ഈ എർത്തി കളേഴ്സ് വെച്ചിട്ട് തന്നെയാണ് ഇതിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളും ചെയ്തിരിക്കുന്നത്. ഭയങ്കരമായിട്ട് നമ്മുടെ കണ്ണിന് ഭയങ്കര കാം ഫീലും നമുക്ക് ഏത് സ്ഥലത്തും എങ്ങനെ കൊണ്ടിട്ട് കഴിഞ്ഞാലും ബ്രൈറ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്ന രീതിയിലുള്ള കളർ കോമ്പിനേഷനിൽ ഈ സീറ്റ്സും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് തന്നെ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ സൈഡിലെ പാനൽസിൽ ഡോർ പാനൽസിൽ നോക്കുവാണെങ്കിലും അതിൻ്റെ ഡോർ ഓപ്പണറിൻ്റെ സൈഡിൽ ഡ്യുവൽ ടോൺ ആയിട്ടാണ് അതിലും കളേഴ്സ് വെച്ചിട്ട് ഈ ലെതർ ഫിനിഷിൽ ചെയ്തിരിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജഗദീഷ് ബ്രോ നിങ്ങൾ ചെയ്തു വെച്ചിരിക്കുന്നത് ഭീകരമായിട്ടുള്ളൊരു വർക്കാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് നിങ്ങളെ പേഴ്സണലി അറിയാൻ പറ്റുന്നതിനും ഇത്രയും നല്ല രീതിയിൽ വണ്ടി വെച്ചിരിക്കുന്നതും. പുള്ളിയുടെ കയ്യിൽ ഈ ഒരു വണ്ടി മാത്രമല്ല, പുള്ളിയുടെ കയ്യിൽ ഒരു പോലെ തന്നെ ഒരു RD ഉണ്ട്, പിന്നെ പുള്ളിയുടെ ഒരു പഴയ സ്റ്റൈൽ ഓട്ടോറിക്ഷ ഉണ്ട്, ഒരുപാട് വണ്ടികളുണ്ട്. പുള്ളിയുടെ ഇൻസ്റ്റാഗ്രാമും കാര്യങ്ങളെല്ലാം ഞാൻ താഴെ മെൻഷൻ ചെയ്യുന്നുണ്ട്. അതിൽ പോയി കഴിഞ്ഞാൽ പുള്ളിയുടെ കളക്ഷനും വണ്ടികളും എല്ലാം നിങ്ങൾക്ക് കാണാൻ വരും. ഈ വണ്ടിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ ഇതിൻ്റെ ഒരു ക്യാമ്പർ വാനാണ്. അത് നമുക്ക് ഈ വണ്ടിയും കൊണ്ട് എവിടെയെങ്കിലുമൊക്കെ പോവാം, ക്യാമ്പ് ചെയ്യാം, നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കിടന്നുറങ്ങാം, വേണമെങ്കിൽ ചെറിയൊരു കിച്ചൺ സെറ്റപ്പ് ചെയ്യാം. നമ്മൾ സർഫിങ്ങിന് പോകുന്ന ആൾക്കാരാണെങ്കിൽ ഇതുപോലുള്ള ബീച്ചുകളിൽ വന്നിട്ട് നമുക്ക് ഇതിൻ്റെ മേളിൽ സർഫ് ബോർഡും കാര്യങ്ങളായിട്ടൊക്കെ വരാം. ഏറ്റവും കൂടുതൽ ഈ വണ്ടിയുടെ പിക്ചർ കാണാൻ നേരത്ത് എപ്പോഴും അതിൻ്റെ മേളിലൊരു സർഫിംഗ് ബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. കാരണം ഈ വണ്ടി കുറേ ട്രാവലേഴ്സും കുറേ ഹിപ്പീസും അല്ലെങ്കിൽ വാൻ ലൈഫ് മാത്രം ചെയ്യുന്ന ആൾക്കാരുടെയൊക്കെ ഒരു ഫേവറേറ്റ് വണ്ടിയാണ്. അപ്പോൾ അവരതിൻ്റെ ഒരു ഭംഗിക്കും അവരുടെ പോകുന്ന ട്രാവൽ ചെയ്യുന്ന സ്ഥലങ്ങളിൽ എൻജോയ് ചെയ്യാനൊക്കെ ആയിട്ട് കുറേ സാധനങ്ങൾ വണ്ടിയിൽ ആഡ് ചെയ്യും. അതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്ന ഒരു സാധനമാണ് സർഫിംഗ് ബോർഡ്. ബാക്കിലെ സീറ്റിലാണെങ്കിലോ
ശരിക്കും പറഞ്ഞാൽ ഒരു ഡ്രൈവറിനെ വെച്ച് ഓടിക്കുകയാണ് രാജാവിനെ പോലെ ഇരുന്നു. ഇപ്പോൾ 2 മന്ത്രിമാർക്ക് 2 സൈഡിൽ ഇരിക്കാനുള്ള ചെറിയ ചെയറുണ്ട്. പക്ഷേ ആ 2 ചെയറിൻ്റെ താഴെയാണെങ്കിലും ചെറിയൊരു സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സൈഡിൽ LED ലൈറ്റ്സും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ ചെറിയ എന്തോ ഒരു നമ്മൾ ചെയ്യുന്ന സമയത്ത് എന്തോ വയറിന് എന്തൊരു മിസ്റ്റേക്ക് വന്നിട്ട് ഇപ്പോൾ ലൈറ്റ് ഓൺ ആക്കാൻ പറ്റുന്നില്ല. പക്ഷേ ഇതിൻ്റെ സൈഡിൽ കൂടി എല്ലാം ഹിഡൻ LED വോം ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇൻ കേസ് നമുക്കൊരു ലാപ്ടോപ്പോ കാര്യങ്ങളോ അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്കൊരു കുക്കിങ്ങിൻ്റെ കാര്യങ്ങൾക്കോ എന്തെങ്കിലും ജസ്റ്റ് ഇലക്ട്രിക് കുക്കിംഗ് മെഷീനോ കാര്യങ്ങളോ എന്തൊക്കെയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്കിതിൻ്റെ താഴെ തന്നെ ചെറിയൊരു പവർ പോയിന്റും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. കെൻവുഡിൻ്റെ മ്യൂസിക് സിസ്റ്റം കാര്യങ്ങൾ അതിൽ കൊടുത്തിരിക്കുന്നത്. 2 സൈഡിൽ സ്പീക്കർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വണ്ടിയിൽ വരുന്ന ലൈറ്റ്സ് കാര്യങ്ങൾക്കെല്ലാം അഡീഷണൽ ആയിട്ട് ഇവിടെ സ്വിച്ച് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ ഇരിക്കുന്ന സോഫ സീറ്റിൻ്റെ സൈഡിൽ ഒരു ചെറിയൊരു ലിവർ ഉണ്ട്. ഈ ലിവറിൽ പുള്ള് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ കാണുന്ന ഈ ഒരു ബാക്ക് സൈഡിലുള്ള ഈ ബാക്ക് സപ്പോർട്ട് ഇത് നേരെ ബാക്കിലേക്ക് പോയി ഒരു ബെഡാവും. ഡോർ വന്ന് അടയുന്ന ഈ ഒരു സ്പേസ് ഉണ്ട്. ഇവിടെയാണ് നമുക്ക് ഈ ഡോർ ഇരിക്കുന്നത്. ഈ അടയുന്ന ഈ ഒരു സ്പേസിൽ ചെറിയൊരു എയർ വെൻറ്റ് പോലെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ബാക്കിൽ നമ്മൾ നോക്കുമ്പോൾ ബ്ലോക്ക് ആയിട്ടുള്ള രീതിയിൽ ഇരിക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു രഹസ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് എൻജിൻ ശരിക്കും ഒരു എയർ ഹെഡ് എൻജിനാണ്. അതായത് എയർ കൂൾഡ് ആണ് എൻജിൻ, ലിക്വിഡ് കൂളോ കാര്യങ്ങളോ ഒന്നുമല്ല. അപ്പോൾ ഫ്രണ്ടിൽ നിന്നാണെങ്കിലോ എയർ സക്ക് ചെയ്തെടുക്കാനുള്ള ഓപ്ഷൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ എൻജിൻ്റെ ബാക്കിലിരിക്കുന്ന ഫാൻ ഇതിൻ്റെ ഈ സൈഡിലുള്ള വെൻസിൽ കൂടിയിട്ടാണ് എല്ലാ എയറും സക്ക് ചെയ്ത് എൻജിനിലേക്ക് എടുത്ത് എൻജിനെ കൂൾ ചെയ്ത് നിർത്തുന്നത്. അപ്പോൾ എൻജിൻ ഇരിക്കുന്നത് ഇതാ ഇതിൻ്റെ ഉള്ളിലാണ്. ഇവിടെയാണ് ഇതിൻ്റെ എൻജിൻ ഇരിക്കുന്നത്. ഇതിൻ്റെ എൻജിനോ കാര്യങ്ങളോ ഒന്നും മാറ്റിയിട്ടില്ല, ഒറിജിനൽ എൻജിൻ തന്നെ ഇരിക്കുന്നത്. നമുക്കിതിൽ നോക്കുമ്പോൾ തന്നെ കാണാം ഇതിൻ്റെ വോക്സ്വാഗൻ്റെ ലോഗോയും കാര്യങ്ങളും മെയ്ഡ് ഇൻ ജർമ്മനി എല്ലാ ഒറിജിനൽ പാർട്സും അതുപോലെ തന്നെ വെക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. ആ റെസ്റ്റോറേഷൻ വർക്കിൻ്റെ ഇടയിൽ ഈ എൻജിൻ വർക്ക് ഫുള്ള് ചെയ്തിട്ടുണ്ടെങ്കിലും ഇതിന് എൻജിൻ്റെ മേജർ ആയിട്ടുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഒരുപാട് നാൾ കട്ടപ്പുറത്ത് കയറ്റി വെച്ചൊരു വണ്ടിയാണ്. എന്നാൽ അപ്പോൾ അതിൻ്റെ കുറേ കേബിള്, അതിൻ്റെ കുറച്ച് ബെൽറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാത്രമേ മാറ്റേണ്ടി വന്നിട്ടുള്ളൂ. മേജറായിട്ടുള്ള എഞ്ചിൻ്റെ പാർട്സോ കാര്യങ്ങളോ ഒന്നും ചേഞ്ച് ചെയ്യേണ്ടി വന്നില്ല. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സുബാറുവിലൊക്കെ കണ്ടുവരുന്ന ടൈപ്പ് ഒരു ബോക്സ് എഞ്ചിനാണ് ഇതിലിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ബാക്കിൽ ഈ കാണുന്ന സ്പേസാണ് ഇതിൻ്റെ ഫാൻ ഇരിക്കുന്നത്. ആ ഫാൻ ഇരിക്കുന്ന സ്പേസിൽ നിന്ന് എയർ സക്ക് ചെയ്ത് ഇതിൻ്റെ എഞ്ചിനെ കൂൾ ചെയ്യും. പഴയ ഒരു സിസ്റ്റമാണ്, ചെറിയൊരു എഞ്ചിനാണ് ഇതിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നത്. 1.6 ബോക്സ്റ്റർ എഞ്ചിനാണ്. അതും എനിക്ക് തോന്നുന്നു ബോക്സ്റ്ററിൻ്റെ സീരീസ് 1 ടൈപ്പ് എഞ്ചിനാണ്. 90s വരുന്ന സുബാറുവിനൊക്കെ ഇങ്ങനെയുള്ള എഞ്ചിനാണ് വന്നുകൊണ്ടിരുന്നത്. ഇനിയിപ്പോൾ നമ്മൾ ബാക്കിലേക്ക് വരുമ്പോൾ ഞാൻ ഉള്ളിലിരുന്നും പറഞ്ഞു നമുക്ക് ബാക്കിൽ വരാൻ നേരത്ത് ബാക്കിൽ നമുക്ക് ബെഡ് പോലെ ഇട്ട് നമുക്ക് കിടക്കാനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന്. ഫിൽമോർ ഞാൻ ആദ്യം തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞു ഫിൽമോർ എന്നുള്ളൊരു പേര്. ഫിൽമോർ എന്നുള്ളൊരു പേര് ശരിക്കും വന്നത് ജഗദീശ്വരൻ്റെ മോൻ ആണ് ഈ പേര് ഈ വണ്ടി കിട്ടത്. ഈ വണ്ടി മേടിച്ച് വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഈ ഫിൽമോർ എന്ന് പറഞ്ഞിട്ടൊരു കാസിൻ്റെയൊക്കെ അനിമേഷൻ മൂവി ഉണ്ട്. അപ്പോൾ അതിൽ നിന്നാണ് ശരിക്കും ഈ ഒരു പേര് വരുന്നത്. എനിക്ക് തോന്നുന്നു ഫിൽമോർ എന്ന് പറയുകയാണെങ്കിൽ ഇതിൽ കൂടുതലൊന്നുമില്ല. നമ്മുടെ ഹൃദയം നിറയ്ക്കാൻ അത്രയുള്ള ഒരു വണ്ടിയുണ്ട്. ഇത് ഒരുപാട് സന്തോഷങ്ങളും ഞാൻ പല രീതിയിലുള്ള വണ്ടികൾ എൻ്റെ ജീവിതത്തിൽ ഓടിച്ചിട്ടുണ്ട്. കുറേയൊക്കെ നമ്മുടെ വണ്ടിഫൈഡിൻ്റെ സപ്പോർട്ടും വണ്ടിഫൈഡിന് വേണ്ടിയിട്ടൊക്കെ ആയിട്ട് ഇപ്പോൾ GTR, സുപ്ര അങ്ങനെ ഇഷ്ടംപോലെ വണ്ടികൾ ഓടിച്ചിരിക്കുന്നു. പക്ഷേ ഈ വണ്ടി ഓടിക്കുമ്പോൾ അല്ലെങ്കിൽ ഈ വണ്ടിയിൽ ഇരുന്ന് സംസാരിക്കുമ്പോൾ എന്തോ ഒരു കണക്ഷൻ ഉള്ളതുപോലെ, എന്തോ ഒരു സോൾ ഈ വണ്ടിക്ക് ഉള്ളതുപോലെ, അല്ലെങ്കിൽ ഇതുമായിട്ട് പോയി കഴിഞ്ഞാൽ എന്തൊക്കെയോ കുറേ മെമ്മറീസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു തോന്നൽ മനസ്സിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്ന രീതിയിലുള്ളൊരു വണ്ടി. ഭയങ്കരമായിട്ടൊരു കണക്ഷൻ ഫീൽ ചെയ്യുന്നൊരു വണ്ടി. എനിക്ക് തോന്നുന്നു ഇതിന് മുന്നേ ഒന്നും എനിക്ക് അങ്ങനെ ഒരു ഫീൽ ഒരു വണ്ടിനെ പറ്റി സംസാരിക്കാൻ നേരത്തോ ഓടിക്കാൻ നേരത്തോ തോന്നിയിട്ടില്ല. ചിലപ്പോൾ അതുകൊണ്ട് തന്നെ ആയിരിക്കും ട്രാവലേഴ്സിൻ്റെ എല്ലാം ഫേവറേറ്റ് ആയിട്ടുള്ളൊരു വണ്ടി, ഒരു ഡ്രീം വാൻ, ഒരു വലിയൊരു ജേർണി പോകാനായിട്ട് ജീവിതത്തിലെ ഏറ്റവും വലിയ യാത്രയ്ക്ക് പറ്റിയൊരു വണ്ടി. ഒരുപാട് കഥകൾ പറയാൻ ചിലപ്പോൾ ഈ വണ്ടിക്കുണ്ടാവും. അതിൽ കുറേ കാര്യങ്ങളൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ ഇത് ഇന്ത്യയിൽ വന്ന കാലം മുതലുള്ള കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു. ഞാൻ ഈ സോഫ ബെഡിനെ പറ്റി സംസാരിക്കേണ്ടായിരുന്നു. ആ സോഫ ബെഡ് ഇതാ ഇങ്ങനെയൊക്കെ ഇട്ടിട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഏത് മൗണ്ടൻ്റെ മേളിലോ അല്ലെങ്കിൽ ഇതുപോലുള്ള ബീച്ചിലോ വന്ന് സുഖമായിട്ട് ഈ തിരകളൊക്കെ കണ്ട് അല്ലെങ്കിൽ സൂര്യാസ്തമയമൊക്കെ എൻജോയ് ചെയ്ത് അങ്ങനെ കിടക്കാം.